എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരി സമീർ അലി. കഴിഞ്ഞ ദിവസം ന്യൂസുകളിൽ നമ്മൾ കണ്ടതാണ് ദേവാങ് 19 വയസ്സുകാരൻ തളിക്കുളത്ത് അതായത് 4 പേരുടെ ജീവൻ രക്ഷിച്ചു ഡ്രോൺ ഉപയോഗിച്ച്. അതായത് കടലിൽ ബോട്ട് തകർന്ന് മുങ്ങിപ്പോയ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് നടത്തിയിട്ടും കാണാതെ തിരിച്ചു വന്ന സാഹചര്യത്തിൽ ഈ കുട്ടി അദ്ദേഹത്തിൻ്റെ ഡ്രോണുമായിട്ട് പോയി അവിടെ നിന്ന് തെരഞ്ഞ് കണ്ടെത്തിയ കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടതാണത്. സത്യം പറഞ്ഞാൽ കടലിൽ ഡ്രോണുമായിട്ട് പോകുക, അതുകൊണ്ട് ഒരു വിഷൻ എടുത്ത് വരാതൊക്കെ പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യം തന്നെയാണ്. കാരണം എനിക്ക് സ്വന്തമായിട്ട് ഡ്രോൺ ഉണ്ട്, മാവിക്കേർ എന്ന പേരിൽ. കടലിൽ ഡ്രോണുമായിട്ട് പോയൊരു വിഷലൊക്കെ എടുത്ത് തിരിച്ച് ആ ഡ്രോൺ ബോട്ടിലൊക്കെ ഇറക്കി തിരിച്ച് വരാമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഞാനത് അനുഭവിച്ച ആളതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കി എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഇടുന്നത്. നമ്മളിത് കാണുമ്പോൾ ഡ്രോണുമായിട്ട് പോയി കണ്ടെത്തി വന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ ചിലർക്കെങ്കിലും ഇത് വളരെ സിമ്പിളായിട്ട് തോന്നും. കാരണം നമ്മൾ കാണുന്ന ഡ്രോണുകളെല്ലാം തന്നെ നമ്മൾ കല്യാണ ഫംഗ്ഷനിലോ അല്ലെങ്കിൽ സിനിമ ഷൂട്ടിങ്ങിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ പുറത്ത് കാണുന്ന കാഴ്ചകളാണെങ്കിൽ കടലിൽ പോയിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിസ്ക് തന്നെയാണത്. കാരണം ഞാനത് ശരിക്കും അനുഭവിച്ച ഒരാൾ തന്നെയാണത്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അറിയാൻ പറ്റും, ഞാൻ എൻ്റെ വീഡിയോകളിൽ കുറേയൊക്കെ നല്ല നല്ല ഡ്രോൺ ഷോട്ടുകളൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗോവയിൽ നിന്ന് ഞാൻ എടുത്ത ഷോട്ടാണ്. അപ്പോൾ സുജിത് ഭക്തനും എമിലിയൊക്കെ ആയിട്ട് പോയ യാത്രയിൽ ഞങ്ങൾ കടലിൽ കളിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്ത സമയത്ത് ഞാനത് ഡ്രോൺ വെച്ചെടുത്ത കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന കാഴ്ചകൾക്കല്ല റിസ്ക് എന്ന് പറയുന്നത്, ബോട്ടിൽ പോയിട്ട് നമ്മൾ എടുക്കുന്ന കാഴ്ചകൾ ഭയങ്കര റിസ്ക് തന്നെയാണത്. കാരണം മറ്റൊന്നുമല്ല, ഡ്രോണെ കുറിച്ച് അറിയാത്തവർക്കായിട്ട് പറയുന്നത്, ഡ്രോൺ ഒരു പോയിന്റിൽ നിന്ന് പറന്ന് പൊന്തിയാൽ ആ ഡ്രോണ് എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകൾ സംഭവിക്കുക, ലോ ബാറ്ററി ആവുക അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങൾ വന്നാൽ അത് ബാക്ക് ടു ഹോം ആ ഓപ്ഷൻ അനുസരിച്ച് അത് തിരിച്ച് ആ പോയിന്റിലേക്കായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പോൾ കടലിൽ നിന്ന് പുറപ്പെടുന്ന ബോട്ടിൽ നിന്ന് ടേക്ക് ഓഫ് കഴിഞ്ഞാൽ ആ ബോട്ട് ആ ലൊക്കേഷനിൽ നിന്ന് മാറിയിട്ടുണ്ടാവും. നമ്മൾ വെള്ളത്തിൽ ഏത് പോയിന്റിലാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഒരു ഉദാഹരണം, നമ്മളിപ്പോൾ വീടിൻ്റെ പുറത്ത് ഒരു കാർ പോർച്ചിലോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് നിന്ന് നമ്മൾ ഫ്ലൈ ചെയ്ത നിങ്ങളൊരു സ്റ്റൂള് വെച്ചിട്ട് അതിൽ നിന്ന് ഫ്ലൈ ചെയ്തെന്ന് വിചാരിക്കുക. ഓൾമോസ്റ്റ് അത് തിരിച്ചു വരുന്നത് ഇപ്പോൾ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ പോയാലും തിരിച്ചു വരുന്നത് ആ കൃത്യമായിട്ട് ആ പോയിന്റിൽ തന്നെ ആയിരിക്കും. അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കൃത്യമായിട്ട് ആ സ്റ്റൂൾ ഇരിക്കുന്ന ആ പോയിന്റിൽ തന്നെ ആയിരിക്കും തിരിച്ചിറങ്ങുന്നത്. കടലിലാവുമ്പോൾ ബോട്ടിൻ്റെ ലൊക്കേഷനൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. തിരിച്ച് ഏത് പോയിന്റിലെ വരണേന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ 15 കിലോമീറ്ററോളം ഉൾക്കടലിൽ പോയിട്ട് ഉള്ള തെരച്ചിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നിലക്ക് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇതിന് മുമ്പ് നിങ്ങൾ എൻ്റെ മാൽദീവ്സ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടവരാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കാഴ്ചയാണത്. അപ്പോൾ ആൾതാമസമില്ലാത്തൊരു ഐലൻഡിലേക്ക്, അപ്പോൾ അത് ഞാൻ കഥ പറയും മുമ്പ് ദേവാങ്കിന് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണത്. നമ്മുടെ ഹാരി സമീർ അലി ചാനലിൻ്റെ പ്രേക്ഷകരുടെ ഞാൻ അറിയിക്കുകയാണത്. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ നമ്മൾക്കും ദേവാങ്കിന് അഭിനന്ദനങ്ങൾ അറിയിക്കാം. അപ്പോൾ നമ്മുടെ വിലയേറിയ അഭിനന്ദന പ്രവാഹങ്ങളായിക്കോട്ടെ വീഡിയോയുടെ താഴെ. ദേവാങ്ക് ഇത് കാണുമെന്ന് തന്നെ വിചാരിക്കുന്നു. കാരണം തളിക്കുളത്തൊക്കെ നമുക്ക് ധാരാളം വ്യൂവേഴ്സ് ഉള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം വെച്ചാൽ മാൽദീവ്സിൽ ഞാനൊരു ആൾതാമസമില്ലാത്ത ഒരു ദ്വീപിലേക്കുള്ള ഒരു യാത്രയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കറക്കി കാണിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. ആ വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് വഴിയെ കാണും, ഡ്രോൺ ഷോട്ടുകളെല്ലാം തന്നെ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുന്നു. അന്ന് എനിക്ക് ആ ഡ്രോൺ ഉപയോഗിച്ച് അത്ര അങ്ങോട്ട് എക്സ്പെർട്ട് അല്ല. അങ്ങനെ ഞാൻ ബോട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. നമ്മുടെ ബോട്ട് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഡ്രോൺ നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ലോ ബാറ്ററി വന്നെങ്കിൽ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ച് ഐലൻഡ് അടുത്ത് എത്താറായില്ല, അവിടെ കൊണ്ടുവന്നിട്ട് ഇറക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ യഥാർത്ഥത്തിൽ ഐലൻഡ് നല്ല ദൂരത്തിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ കടലിൽ നിന്ന് നമ്മൾ ഒരു ദൂരക്കാഴ്ച എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ നമുക്ക് അടുത്തായിട്ട് തോന്നും. പക്ഷേ ബോട്ട് ഓടിച്ചെല്ലുന്തോറും ഡിസ്റ്റൻസ് കൂടി വരെയായിരുന്നു. അങ്ങനെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് ടു ഹോം ഓപ്ഷൻ ഓണായി നേരെ ഡ്രോൺ തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നത് എൻ്റെ സ്ക്രീനിൽ നിന്ന് ഡ്രോൺ അകന്നു പോകേണ്ട കാഴ്ചയാണിത്. ഉടനെ ബോട്ട് ഡ്രൈവറുടെ അടുത്ത് കാര്യം പറഞ്ഞു. അവർക്ക് വലിയ ചൂടൊന്നും കാണാനില്ല. അവർ പറഞ്ഞാൽ ഡ്രോൺ അല്ല, അത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അവസാനം ഞാൻ $50 മാൽദീവ്സിൽ ഡോളറിലാണ് വിനിമയങ്ങൾ നടക്കുന്നത്. $50 ഞാൻ ഓഫർ ചെയ്ത്. എനിക്കത് വളരെ വാല്യൂബിൾ ആണ്. എനിക്കത് എങ്ങനെ എടുത്ത് തരണമെന്ന് പ്രകാരം ബോട്ട് തിരിച്ച് ആ ഡ്രോണിൻ്റെ പിന്നാലെ പാഞ്ഞു പോയി അതിൻ്റെ ആ ലാൻഡിങ് പോയിന്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ലാൻഡിങ് പോയിന്റിൽ അടിയിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ബോട്ട് നിർത്തി അത് കൈകൊണ്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ എൻ്റെ ഡ്രോൺ അന്ന് വെള്ളത്തിൽ പോയിരുന്നു. അപ്പോൾ അതൊരു അനുഭവമാണ്. പക്ഷേ ഈ ദേവാങ്കിൻ്റെ ഈ ന്യൂസ് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് അതാണ്. അപ്പോൾ അദ്ദേഹം
എടുത്തത് വലിയൊരു റിസ്ക് തന്നെയാണ്. ഒരു പക്ഷേ ആ ഡ്രോൺ നഷ്ടപ്പെട്ടു പോകാമായിരുന്നു. കാരണം തെരച്ചിലിൻ്റെ ഭാഗമായിട്ടെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ബാറ്ററി ലെവലും കാര്യങ്ങളൊന്നും നോക്കാൻ നിൽക്കില്ല. നമ്മൾ മാക്സിമം എന്തെങ്കിലും ഒരു വിഷ്വൽ ഉണ്ടെങ്കിൽ അതെടുത്ത് എന്തെങ്കിലും നിവർത്തിയുണ്ടെങ്കിൽ നമ്മളത് ആ വിഷ്വൽ നമുക്ക് കിട്ടാൻ നോക്കുകയുള്ളൂ. കാരണം ആരെങ്കിലും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രോണിൽ നിന്ന് ആകാശത്ത് നിന്ന് എങ്ങനെയാണ് രണ്ടുപേര് വെള്ളത്തിൽ കിടക്കുന്ന കാഴ്ച എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ ഡ്രോണിൽ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരിക്കും. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മൾ അദ്ദേഹവും പിക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ കരയോട് ചേർന്നാണ് ഇവരെ വിഷ്വൽ എടുത്തതെന്നുണ്ടെങ്കിൽ കടലിലാണെങ്കിലും ഇതുപോലെ പുറത്ത് ചെറിയൊരു തല മാത്രമേ കാണുള്ളൂ. സത്യം പറഞ്ഞാൽ അത് ഫൈൻഡ് ചെയ്തെടുക്കലും ഒരു ചടങ്ങ് തന്നെയാണ്. ഇപ്പോൾ ഈ വിഷ്വൽ കാണുന്ന പോലെ അത്ര എളുപ്പമല്ല. ഉൾക്കടലിലേക്ക് പോകുമ്പോൾ ഇതുപോലെ രണ്ടുപേരുടെ തല അല്ലെങ്കിൽ ഒരാളുടെ തലയൊക്കെ നമുക്ക് ഫൈൻഡ് ചെയ്ത് ഒരു മനുഷ്യനാണെന്നൊക്കെ ഫൈൻഡ് ചെയ്തെടുക്കുക എന്നുള്ളത് വലിയൊരു റിസ്ക് ഉള്ള കാര്യം തന്നെയാണത്. അതുപോലെ തന്നെ ഡ്രോണുമായിട്ട് ഞാൻ നടത്തിയ പല ഷൂട്ടിൻ്റെ ഇടയിലും ഡ്രോൺ പലയിടത്തും അപകടത്തിലൊക്കെ പെട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൂന്നാറിൽ ചാൻഡീസ് വിൻഡി വുഡ്സിൻ്റെ ഷൂട്ട് വളരെ മനോഹരമായിട്ട് ഷൂട്ട് ചെയ്ത് ഞാനത് ബാക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ വേറെ ഫോൺ കോൾ ഒന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇതിൽ തന്നെ നമുക്ക് ഡയറക്ഷനൊക്കെ ഉണ്ട്, മാപ്പിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ബൈ മിസ്റ്റേക്ക് അത് വേറൊരു ഡയറക്ഷനിലേക്ക് പോവുകയും മറ്റൊരു മലയുടെ മുകളിലുള്ള മരത്തിൻ്റെ മുകളിൽ പോയി ഉടക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അത് നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചതാണ്. പിന്നീട് അത് നമുക്ക് അറിയാൻ പറ്റുള്ളത് എവിടെയാണെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. സ്ക്രീനിൽ കാണുന്നത് ഒരു മരത്തിലൊരു കായ മാത്രം കാണാനുണ്ട്. അങ്ങനെ കായുള്ള മരം നോക്കിയാൽ അതിൽ കണ്ടില്ല. പിന്നീട് ഇതിനകത്ത് GPS ആ ഡിസ്റ്റൻസ് നമ്മൾ നടക്കും തോറും അതിൻ്റെ ഡിസ്റ്റൻസ് അടുത്ത് വന്നതായിട്ട് കണ്ട് അതായത് ആ ഡ്രോണും നമ്മുടെ റിമോട്ട് കൺട്രോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറേ നടന്ന് നോക്കിയപ്പോൾ അടുത്ത് വരുന്നതായിട്ട് കണ്ട് അങ്ങനെ ഒരു 2-2.5-3 മണിക്കൂർ നേരത്തെ തെരച്ചിലിനൊടുവിൽ ആ മരം കണ്ടെത്തുകയും അതിൽ നിന്ന് സംഭവം എടുക്കുകയൊക്കെ ചെയ്യുന്ന മരം വെട്ടുകാരനൊക്കെ വിളിക്കാൻ പോയി. അദ്ദേഹമൊക്കെ വന്ന് ആ സമയത്ത് ഇതിൻ്റെ ഡ്രോണിൻ്റെ ഒരു ലൈറ്റ് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ചാൻഡീസിലെ സ്റ്റാഫുകളൊക്കെ കല്ലൊക്കെ എറിഞ്ഞും അങ്ങനെയൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഡ്രോണെന്ന് വീണത്. സത്യം പറഞ്ഞാൽ കല്ലെറിഞ്ഞ് വീഴ്ത്തിയെന്ന് പറയാം. പക്ഷെ കല്ല് കൊണ്ടത് ഡ്രോണുമല്ല, മരത്തിൽ കൊണ്ട് ആ ഷെയ്ക്കിൽ സംഭവം താഴെ വീണ കിട്ടുക ചെയ്തത്. ഹോട്ടൽ ജീവനക്കാരൊക്കെ ബെഡ്ഷീറ്റുകളൊക്കെ ആയിട്ട് താഴെ വന്നിട്ട് അതിങ്ങനെ പിടിക്കാനായിട്ട് നിന്ന് അങ്ങനെ അത് കളക്ട് ചെയ്തത്. സത്യം പറഞ്ഞാൽ അന്നത്തെ ടെൻഷൻ്റെ ഇടയിൽ എനിക്കത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അതൊരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. അതായത് ഇതുപോലെ പറയാൻ പറ്റിയ അനുഭവമായിരുന്നു. അതുപോലെ പല സ്ഥലങ്ങളിലും ഡ്രോണുകൾ നമുക്ക് ഇതുപോലെ പണി തന്നിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഡ്രോണുമായിട്ട് കടലിൽ പോകുക അതൊക്കെ പറഞ്ഞാൽ വലിയ റിസ്ക്കാണ്. അപ്പോൾ ഈ ഇന്നലെ വാർത്തകൾ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കുറേ ഡ്രോൺ വിശേഷങ്ങളാണ് ഓടി വന്നത്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരായിട്ട് വെച്ച് വരുന്നത്. മറ്റൊന്നുമല്ല, ഇപ്പം നമ്മുടെ വീഡിയോസ് ഡെയിലി വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ കാഴ്ചകളും വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകളും ഭക്ഷണങ്ങളൊക്കെ കാണിക്കുന്ന പോലെ തന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും കൂടി ഞാൻ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം 7ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 100% വിജയം ഉറപ്പുവരുത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന നല്ല ഒരു പ്ലാറ്റ്ഫോം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് വരുന്ന പല വീഡിയോസ് നിങ്ങൾ പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ള നിനക്ക് തള്ളിക്കളയരുത്. കാരണം എന്ന് വെച്ചാൽ അത് പ്രേക്ഷകർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ അതിനാൽ തന്നെയാണ് വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഡ്രോൺ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ ഡ്രോൺ ഓപ്പറേറ്റേഴ്സൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി മനസ്സിലാക്കേണ്ടതാണ്. പലപ്പോഴും ഡ്രോൺ നമുക്ക് വലിയ നിലക്ക് തലവേദനകളാവാറുണ്ട്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് റൂൾസ് ഉണ്ട്. പക്ഷെ പല കാര്യങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. പിന്നെ വലിയ രീതിയിൽ പെർമിഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടതാണ്. അപ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഓരോ ഷോട്ടുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ. അപ്പോൾ ഇത്തരം വർക്ക് ചെയ്യുന്ന ഞാനടക്കമുള്ള എല്ലാവരെയും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, അതിനുവേണ്ട സപ്പോർട്ടുകളൊക്കെ ചെയ്യണം. നിങ്ങളുടേതായിട്ടുള്ള പല കല്യാണങ്ങളായിക്കോട്ടെ മറ്റ് ഫംഗ്ഷനുകളൊക്കെ ആയിക്കോട്ടെ ധാരാളം പേരാണ് ഈ ഒരു ഡ്രോൺ കൊണ്ട് നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നത്. കേരളത്തിലല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. നമ്മൾ സാധാരണ ഫോട്ടോഗ്രാഫർ പോലെ തന്നെ ഡ്രോൺ ഓപ്പറേറ്റേഴ്സും ഉണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ദേവാങ്കിൻ്റെ ഇപ്പോൾ നമ്മളിവിടെ തിരഞ്ഞെടുത്ത് കിട്ടിയ പോലെ തന്നെ ഇത് നാളെയും നമ്മുടെ പല രക്ഷാപ്രവർത്തനങ്ങൾക്കും നമ്മുടെ ഡ്രോൺ നമ്മൾക്ക് സഹായകരമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്ക സമയത്തൊക്കെ ഡ്രോൺ ഉപയോഗിച്ച് തെരച്ചിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഡ്രോണിൻ്റെ വലുപ്പങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഒരുപാട് അതിൻ്റെ ഫ്ലൈയിങ് ടൈമിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എന്നിരുന്നാലും ഇന്നിറങ്ങുന്ന ഡ്രോണുകളൊക്കെ അത്യാവശ്യം കുറഞ്ഞത് നല്ലൊരു ഡിസ്റ്റൻസ് ഒക്കെ പോയി സെർച്ച് ചെയ്ത് വരാൻ പറ്റുന്ന ഡ്രോണുകളാണ് ഇന്നിപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന നല്ല ഒരു ശതമാനവും. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഡ്രോൺ ഉപയോഗിക്കുന്നവരെയും കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഡ്രോൺ ഉപയോഗിക്കുന്നവരോട് പറയാനുള്ളത്, ഡ്രോൺ ഉള്ളത് കൊണ്ട്
നാളെ നമുക്ക് പലതരത്തിലുള്ള തലവേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള വിഷയങ്ങളിലൊന്നും ചെന്ന് പെടരുത്. കാരണം മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്കൊക്കെ ചെല്ലാനായിട്ടുള്ള ഈസി മെത്തേഡാണ് ഈ ഡ്രോണൊക്കെ. അപ്പോൾ അതുപോലെ സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ ആയിരുന്നാലും അപ്പോൾ ഡ്രോൺ ഉപയോഗിക്കുന്നവർ തികച്ചും ഒരു വാഹനം ഉപയോഗിക്കുന്നത് പോലെ തന്നെ തികഞ്ഞ അച്ചടക്കത്തിലൊക്കെ യൂസ് ചെയ്യണമെന്നും കൂടി റിക്വസ്റ്റ് ചെയ്യണം. കാരണം ആർക്കെങ്കിലും ഒരു മിസ്യൂസ് ചെയ്യപ്പെട്ടാൽ അതും നമ്മളെപ്പോലുള്ള ഡ്രോൺ ഓപ്പറേറ്റേഴ്സിന് വളരെ വേദനാജനകമാവുന്ന രീതിയിൽ തന്നെ വന്ന് ഭവിക്കും. ഇന്നിപ്പോൾ ദേവാങ്ക് നമ്മുടെ മുമ്പിൽ നമ്മുടെയൊക്കെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണത്. അപ്പോൾ ഡ്രോൺ ഓപ്പറേറ്റേഴ്സിൻ്റെ മാത്രമല്ല കേട്ടോ, ഒരു 19 വയസ്സുകാരൻ്റെ ഒരു നിശ്ചയദാർഢ്യം, അതുപോലെ അവൻ്റെ ആ ഒരു മനക്കരുത്ത്, ഇതൊക്കെ നമുക്ക് ഗുണകരമാവുന്നതാണ്. നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഡ്രോൺ കൊണ്ട് ഞാൻ പകർത്തിയ കുറച്ചധികം വിഷ്വൽസും കാര്യങ്ങളൊക്കെ കുത്തി നിറച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണത്. ഹാരി സമീർ അലി എന്നുള്ള ചാനലിനും ഫേസ്ബുക്ക് പേജിനൊക്കെ എല്ലാ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി ഇടിവെട്ട് കാഴ്ചകളുമായിട്ട് നമുക്ക് നാളെ കാണാം. എന്ന് രാവിലെ 8 മണിക്ക് വീഡിയോ ഇടണമെന്ന് വിചാരിക്കും. പക്ഷേ 8 വരുമ്പോൾ 8:30, 9:30, 10, 11 മണി വരെ ആവും. അപ്പോൾ എല്ലാ ദിവസവും 8 മണിക്കും 11 മണിക്കുള്ളിൽ നമ്മുടെ വീഡിയോസ് വരും കേട്ടോ. പക്ഷെ അധികം വൈകാണ്ട് ഒരു കൃത്യ സമയത്തേക്ക് ഞാനത് ഫിക്സ് ചെയ്യുന്നതായിരിക്കും. എഡിറ്റിംഗ് കഴിയുന്ന മുറക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് അതൊരു സസ്പെൻസ്. അറിയാവുന്നവർ പറയണം. ഇതിനെക്കുറിച്ചിട്ടുള്ള വേറെ വീഡിയോ നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം അറിയാവുന്നവർ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കി. ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം. ഇത് എവിടെയാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്ത് പറയൂ. ഇവിടുത്തെ വിശദമായിട്ടുള്ള വീഡിയോസ് നമ്മളിൽ വരുന്നുണ്ട്. ഇത് പറയാൻ കാരണം നമ്മളിത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങ് ദൂരെ കടൽ കാഴ്ചകൾ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണത്. ഇതിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് കടൽ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണത്. അതായത് വലിയ തെങ്ങുംതോപ്പ് നിങ്ങൾക്ക് കാണാം, അങ്ങ് ദൂരെ കടൽ കണ്ടില്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ആ കടലിൻ്റെ ഭീകരതയും എന്തൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പോൾ നമ്മൾ അധികം വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതിലെല്ലാവർക്കും ബൈ.